അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ നാടുകളിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ക്രൈമുകൾ ഇത്രയും വർദ്ധിച്ചു വരാൻ കാരണം കുറ്റവാളികൾക്ക് കൃത്യമായ ശിക്ഷ നമ്മുടെ നാടുകളിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അല്ലാതെ സങ്കടപ്പെടുത്തുന്ന, ഒരു നാടിനെ തന്നെ കണ്ണീരിലാക്കിയ, ഒരു നാട് തന്നെ ഒറ്റക്കായി ആ കുറ്റവാളിക്കെതിരെ ശക്തമായി പ്രതിരോധിച്ച ഒരു സംഭവം, ഒരു വല്യമ്മ. നമ്മുടെ വയനാട് വെള്ളമുണ്ട എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നതെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമൂഹത്തിൻ്റെയും സമുദായത്തിൻ്റെ ഒരു അവസ്ഥ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കുറ്റവാളി, ഈ വല്യമ്മ തൻ്റെ മകളുടെ വീട്ടിലേക്ക് വരികയാണ്. വല്യമ്മ സന്തോഷം പങ്കിടാൻ വേണ്ടി വീട്ടിലേക്ക് വരുന്നു. തൊട്ടടുത്ത വീടുകളിലൊക്കെ വല്യമ്മ പോവും, അവരോടൊക്കെ സന്തോഷത്തിൽ സംസാരിക്കും. വല്യമ്മയുടെ ലോകം അതാണ്, സന്തോഷകരമായ ജീവിതം. ആ വീട്ടിലുള്ള വല്യമ്മ പെട്ടെന്നാണ് കാണാതെയാകുന്നത്. ആ കുടുംബത്തിലേക്ക് വല്ലാത്ത അത്ഭുതമായി. കാരണം വല്യമ്മ ഉണ്ടായിരുന്നല്ലോ, പെട്ടെന്ന് എന്തുകൊണ്ട് കാണാതെയായി? അങ്ങനെ അന്വേഷണങ്ങൾ ഇങ്ങനെ തുടർന്നു. പല സ്ഥലങ്ങളിലും വല്യമ്മ പോകാൻ സാധ്യതയുള്ള എല്ലാ വീടുകളിൽ പോയും പരിശോധനകൾ ഇങ്ങനെ നടത്തി. എവിടെയും വല്യമ്മയെ കണ്ടെത്താൻ, ഈ ഉമ്മയുടെ ഉമ്മയെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. 72 പ്രായമുള്ള ആ ഉമ്മ, കുറേ ദൂരം നടക്കാൻ ആ ഉമ്മയെ കൊണ്ട് സാധ്യമല്ല എന്ന് നാട്ടുകാരും കുടുംബക്കാരും ഒക്കെ മനസ്സിലാക്കി. വീണ്ടും പരിശോധന നടത്തി ഉമ്മയെ കാണും. പിന്നെ കുറെ കഴിഞ്ഞതിന്റെ ശേഷം ഈ ഉമ്മയെ കാണുന്നത് ഉപയോഗശൂന്യമായ, ആരും ഉപയോഗിക്കാതെ ഒരു പൊട്ടക്കിണറിൽ ഉമ്മയുടെ മൃതശരീരമാണ് കണ്ടെത്തുന്നത്. ഞെട്ടിപ്പോയി നാട്ടുകാർ. കാരണം ഈ വല്യമെന്ന് പറയുന്നത് എല്ലാവർക്കും സ്നേഹമുള്ള ഉമ്മയാണ്. ഈ ഉമ്മയോട് ഒരാൾക്ക് പകയോ അല്ലെങ്കിൽ വിദ്വേഷവും, പേരമക്കൾക്കാവട്ടെ, കുടുംബക്കാർക്കാവട്ടെ, മക്കൾക്കാവട്ടെ, ആർക്കും ഒന്നുമില്ല. കാരണം ഇങ്ങനൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല. പിന്നെ അവിടെ നിഗമനം എത്തിയത്, വല്യമ്മ തന്നെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് കാൽ വഴുതി അങ്ങോട്ട് വീണതായിരിക്കും. കുറേ കിലോമീറ്റർ അപ്പുറമുള്ള സ്ഥലമാണ് ഈ പൊട്ടക്കിണർ. ഇതിലൊക്കെ വല്യമ്മ എത്താൻ സാധ്യതയില്ല. പിന്നെങ്ങനെ എത്തി? പോലീസുകാർ കണ്ട ഉടനെ മനസ്സിലാക്കി, ഇതിന്റെ പിന്നിൽ ചില കൈകൾ പ്രവർത്തിച്ചിട്ടുണ്ടോ, ഇല്ലെങ്കിൽ ഇത് നടക്കാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കി. പരിശോധന നടത്തി. അവിടുത്തെ CC ക്യാമറകളെല്ലാം പരിശോധന നടത്തുമ്പോൾ ചില കൈകൾ ആ CC ക്യാമറയിൽ പ്രകടമാവുകയാണ്. ഈ വല്യമ്മ മരിച്ച ഉടനെ ആ നാട്ടിൽ ഹക്കീം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ആ നാട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെറുപ്പക്കാരൻ, എന്ത് വിഷയത്തിനും പെട്ടെന്ന് ഇടപെടുന്ന ചെറുപ്പക്കാരൻ, ഈ വല്യമ്മ കാണാതെയായി എന്നറിഞ്ഞ ഉടനെ വാട്സപ്പുകളിലും സോഷ്യൽ മീഡിയകളിലൊക്കെ വല്യമ്മയുടെ ഫോട്ടോ പ്രചരിപ്പിച്ചുകൊണ്ട് ആരെങ്കിലും കണ്ടെത്തുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അറിയിക്കണം എന്നുള്ള മെസ്സേജുകൾ സോഷ്യൽ മീഡിയയിൽ എല്ലാം എത്തി. ആദ്യം വാട്സപ്പിലൊക്കെ മെസ്സേജ് അയച്ചത് ഈ ഹക്കീം എന്ന ചെറുപ്പക്കാരനാണ്. ഹക്കീമും തിരക്ക് പിടിച്ച തെരച്ചിലാണ് വല്യമ്മയെ. പലയിടങ്ങളും തെരഞ്ഞു നോക്കുന്നു, എവിടെയും കാണുന്നില്ല. അവസാനം വല്യമ്മയെ കണ്ടെത്തി. വല്യമ്മയുടെ ശരീരം കിട്ടിയപ്പോൾ, ആ മയ്യത്ത് കിട്ടിയപ്പോൾ, വല്യമ്മയിൽ ഉണ്ടായിരുന്ന 4 പവൻ സ്വർണം കാണാനില്ല. പോലീസുകാർക്ക് മനസ്സിലായി, ഇതിൽ തീർച്ചയായും ചില കൈകൾ ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന്. പിന്നെ ആ CC ക്യാമറ ദൃശ്യങ്ങളും അതിൽ പ്രകടമായ വ്യക്തി ഏകദേശം ഈ വാട്സപ്പിൽ ആദ്യം പ്രചരിപ്പിച്ച ഈ ഹക്കീമിനെയാണ് പോലീസുകാർക്ക് പെട്ടെന്ന് അവിടെ നിന്ന് കാണാൻ സാധിച്ചത്. ആരും അത് വിശ്വസിക്കുന്നില്ല. അവർ അവസാനം ഈ സ്വർണം പണയം വെച്ച സ്ഥലത്തേക്ക് പോയി. അവിടെ ഒരു ബാങ്കിൽ വെച്ചിട്ടാണ് സ്വർണം അവിടുത്തെ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ അത് അവിടെ നൽകിയത് ഹക്കീമാണെന്ന് മനസ്സിലായി. ഉടനെ പോലീസുകാർ ഹക്കീമിലേക്ക് തിരിഞ്ഞു. ഹക്കീമിനോട് അവർ ചോദിക്കേണ്ട ആ രീതിയിൽ ചോദിച്ചപ്പോൾ തല കുണിച്ചുകൊണ്ട് കുറ്റത്തെ സമ്മതിക്കുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്. ആ വല്യമ്മയുടെ മുഖത്തേക്ക് തുണി കഷ്ണം കൊണ്ട് വെച്ച് ശ്വാസം മുട്ടിച്ച് ഉമ്മയെ കൊലപ്പെടുത്തിയതാണ്. ഉമ്മ പിടഞ്ഞ് മരിക്കുമ്പോൾ താൻ വിശ്വസിച്ച, താൻ ഏറ്റവും നല്ല മനുഷ്യനാണെന്ന് കരുതിയ, ഈ നാട്ടിൽ തന്നെ നല്ല അംഗീകരിക്കാൻ പറ്റിയ ഒരു മനുഷ്യനാണെന്ന് കരുതിയ അവൻ്റെ കയ്യിൽ ഇങ്ങനെ പിടഞ്ഞു മരിക്കുമ്പോൾ അവൻ ഇത് കണ്ട് ആനന്ദിക്കുകയാണ്. കാരണം ഈ ഉമ്മയുടെ സ്വർണം കൈക്കലാക്കാൻ വേണ്ടി. എന്നിട്ട് അവൻ്റെ കാറിൽ തന്നെ ആ ഡിക്കി ഓപ്പൺ ചെയ്ത് അതിൽ ഈ മയ്യത്തിനെ അതിൽ കയറ്റി നേരെ ഈ പൊട്ടക്കിണറിൽ എറിഞ്ഞ് ആ സ്വർണങ്ങൾ മോഷ്ടിച്ചുകൊണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിലുള്ള കുറ്റവാളി ഈ അടുത്ത് തന്നെയാണ് ഒരു സഹോദരി മുജീബ് എന്ന ചെറുപ്പക്കാരൻ വണ്ടിയിൽ ഇങ്ങനെ കൊണ്ടുപോയി
ഇത് യാത്ര ചോദിക്കാൻ വേണ്ടി അപ്പോൾ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയതാണ്. ആ സമയത്ത് കുറച്ച് ദൂരെ എത്തുമ്പോഴേക്ക് ആ സഹോദരിയെ കൊന്നു കളഞ്ഞുകൊണ്ട് അവളുടെ സ്വർണമെല്ലാം മോഷ്ടിച്ച് ആ കുറ്റവാളി ഇന്ന് സുരക്ഷിതമായി കഴിയുകയാണ്. ഒരു ശിക്ഷയുമില്ല. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അറിയുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നു, നാം ഇത്തരത്തിലുള്ള കുറ്റങ്ങൾ ചെയ്താൽ നമുക്കൊന്നും ഇവിടെ സംഭവിക്കാനില്ല, കാരണം നമുക്ക് രക്ഷപ്പെടാൻ വഴികളുണ്ട് എന്ന്. ഇത്തരത്തിലുള്ള കുറ്റവാളികൾക്ക് കൃത്യമായ ശിക്ഷ. നാട്ടുകാർ ഇതറിഞ്ഞപ്പോൾ അവനെ തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുവരാൻ പോലും അവർ സമ്മതിച്ചില്ല. കാരണം ഇത്തരക്കാർ പോലീസുകാർ വരെ അവനെ തെളിവെടുപ്പിന് കൊണ്ടുവരാൻ പേടിച്ചുപോയി. നാട്ടുകാർ അത്രയും രോഷാകുലരായി നിൽക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ സമുദായത്തിൻ്റെ അവസ്ഥ നോക്ക്. എത്ര കുറ്റകൃത്യങ്ങളാണ്. ഈ അടുത്ത് തൻ്റെ കട്ടിൽ തീ കൊളുത്തിക്കൊണ്ട് മരണപ്പെട്ട ഒരു സംഭവം. അതിൽ 3 പേര് മരണപ്പെടുന്ന വളരെ ദയനീയമായ കാഴ്ച. എന്തിനു വേണ്ടി? പണം, സമ്പത്ത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ, ഈ ഹക്കീമിൻ്റെ സ്വപ്നം ആ ഉമ്മയുടെ ആ 4 പവനം സ്വർണം കൈക്കലാക്കലായിരുന്നു. എന്ത് കിട്ടി? അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വത്തഖുദ്ദുന്യ വത്തഖുന്നിസ. ഈ പെണ്ണും ഭൂമിയും സ്വത്തും എന്നുള്ളത് അത് സൂക്ഷിച്ചേ പറ്റൂ. ഈ രണ്ടിന് സൂക്ഷ്മതയില്ലേ, തീർച്ചയായും മരിക്കുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള അപകടത്തിൽപ്പെടും. വല്യമ്മക്ക് സ്വർഗം കിട്ടി, ഷഹീദായി, അള്ളാഹുവിൻ്റെ അടുക്കൽ ഉയർന്ന ദർജ കിട്ടും. ഈ കുറ്റവാളിയുടെ അവസ്ഥ നോക്ക്. ഇനി തല ഉയർത്തി ആ നാട്ടിൽ നടക്കാൻ പറ്റുമോ? ഇത്തരക്കാർക്ക് കൃത്യമായ ഇത്ര ക്രൈമുകൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിൽ വളരെ നിസ്സാരമായി കാണുകയാണ്. ജോലിക്ക് പോകുന്നവർ, സ്കൂൾ പഠിക്കാൻ പോകുന്നവർ പണത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ കൃത്യമായി സൗദിയിൽ നൽകുന്ന ശിക്ഷകളെ പോലത്തെ ശിക്ഷ നൽകണമെന്ന് ആ നാട്ടുകാർ ഉയർന്ന ശബ്ദത്തിൽ അവിടെ പറയുന്നവൻ്റെ തല വെട്ടണമെന്നാണ്. അങ്ങനെ 2-3 തല വെട്ടുമ്പോൾ തീർച്ചയായും മനസ്സിലാകും ഈ കൃത്യം ഇത് അപകടമാണ് എന്ന്. നോക്കൂ, നമ്മുടെ അയൽ രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ കാണുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ശിക്ഷകൾ കണ്ട് അവിടുത്തെ ജനങ്ങളെ പേടിച്ചു നിൽക്കുകയാണ്. നമ്മുടെ നാടുകളിൽ കൃത്യങ്ങൾ നടത്തുന്നു അവർ. പിന്നെ നോക്കൂ, നമ്മുടെ ഈ അടുത്ത് റിയാസ് മൗലവി, അദ്ദേഹത്തെ കൊലപ്പെടുത്തിയ കുറ്റവാളികൾ ഇന്ന് വളരെ സന്തോഷത്തോടു കൂടി നടക്കുകയാണ്. മാത്രമല്ല, അവർ പുറത്തിറങ്ങിക്കൊണ്ടും ഇനിയും ഒരുപാട് പള്ളികൾ തകർക്കുമെന്ന് വെല്ലുവിളിക്കുന്ന രംഗങ്ങളൊക്കെ നാം കണ്ടവരാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ സമൂഹത്തെയും സമുദായത്തെയും അല്ലാഹു സ്വാലിഹീങ്ങളും മുഖ്റബീങ്ങളാക്കട്ടെ. ആ വല്യമ്മാക്ക് അല്ലാഹു പൊരുത്തു കൊടുക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടട്ടെ. എത്ര പ്രയാസപ്പെട്ടിട്ടുണ്ടാവും ആ ഉമ്മ ഈ ഹക്കീമിൻ്റെ മുഖത്ത് നോക്കി സങ്കടപ്പെട്ടത് എങ്ങനെയായിരിക്കും? താൻ വിശ്വസിച്ച, തനിക്ക് ഏറ്റവും വിശ്വാസ അർഹരായ ആളുകൾ തന്നെ വഞ്ചിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന ഉണ്ടല്ലോ, അത് മരണത്തെക്കാൾ വലിയ വേദനയാണ്. മരണം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന വളരെ വലിയ വേദന. അതിനേക്കാൾ വലിയ വേദനയാണ് തൻ്റെ ആള്, തനിക്കൊന്നിനും ഒരു ഹെൽപ്പ്, ഒരു സഹായത്തിൽ കിട്ടുന്ന ആള് എന്ന് വിശ്വസിച്ച ആള് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേദന. അള്ളാഹുവേ, ഇത്തരക്കാരുടെ ഷർറുകൾ നിന്നിട്ട് നമ്മെ, നമ്മുടെ കുടുംബങ്ങളെല്ലാവരും നീ കാക്കണേ റഹ്മാനെ. എല്ലാവരും നീ സ്വാലിഹീങ്ങളും മുഖ്റബീങ്ങളാക്കണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.